പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഈ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലക്കത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ഓരോ ഫങ്ഷനിലുമുള്ള വൈദഗ്ധ്യവൽക്കരണം സാധ്യമാവുന്നു. In functional structure, employees perform specific tasks within a department on the basis of functions. അതായത് ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ സ്പെസിഫിക് ടാസ്കുകളാണ് ഓരോ എംപ്ലോയീസും പെർഫോം ചെയ്യുന്നത്. അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ആ പ്രത്യേകം ടാസ്ക് മാത്രമാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പറ്റേറ്റീവ് പെർഫോമൻസ് ഓഫ് എ പർട്ടിക്കുലർ ടാസ്ക്, ഇത്തരത്തിൽ ഏൽപ്പിക്കപ്പെട്ട ആ ടാസ്ക് റിപ്പീറ്റായി ആവർത്തിച്ച് പെർഫോം ചെയ്യുന്നതിലൂടെ അലൗസ് എ വർക്കർ ടു ഗെയിൻ എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് ഏരിയ. ആ മേഖലയിൽ, ആ വർക്കിൽ, ആ ടാസ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്തുണ്ടാക്കാൻ അയാളെ സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. അങ്ങനെ ഫൈനലി അവസാനം ഇത് ആ ജോലിയിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവൽക്കരണത്തിൽ അദ്ദേഹം ഒരു വിദഗ്ധനായി മാറുന്നു. അതായത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ കൂടുതൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നു. അതിലൂടെ ടൈമും എഫേർട്ടും സ്പീഡ് ഫിനിഷിങ് എല്ലാം കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അതിലൊരു നിപുണനായി, അതായത് സ്പെഷ്യലൈസ്ഡ് ആയി മാറുന്നു. ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി. അങ്ങനെ ഈ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ മൊത്തത്തിൽ ഉയർന്ന ഉൽപ്പാദനക്ഷമതയിലേക്കും ലാഭത്തിലേക്കും എഫിഷ്യൻസിയിലേക്കും എല്ലാം കൊണ്ടെത്തിക്കുന്നു. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അതായത് കൂടുതൽ നല്ലതായ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്നു. സിൻസ് ഓൾ ടാസ്ക് ഇൻ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ആർ സിമിലർ ആൻഡ് റിലേറ്റഡ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സെക്ഷനിലുമുള്ള എല്ലാ ടാസ്കുകളും, അതിലുൾപ്പെടുന്ന ടാസ്കുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതും ഒരേ സ്വഭാവത്തിലുള്ളതുമായതിനാൽ ദർ ഈസ് ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ഫങ്ഷണൽ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ സ്ട്രക്ചറിൽ കൺട്രോളിങ്ങും കോർഡിനേഷനും എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും. തേർഡ് പോയിൻറ്റ്, ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. ഉയർന്ന നിലയിലുള്ള പ്രോഫിറ്റ്, ലാഭം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി ഫേം ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ളത്, ഇറ്റ് ഹെൽപ്സ് എന്നുള്ള ഫങ്ഷണൽ സ്ട്രക്ചർ ഹെൽപ്സ്. ഈ ഫങ്ഷണൽ ഘടന എന്നുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിലും അതുപോലെ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലും, മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, മാനേജ്മെൻറ്റിലും മറ്റ് പ്രവർത്തനങ്ങളിലുമെല്ലാം കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കാര്യക്ഷമത വർദ്ധിക്കുക എന്നുള്ളത് തന്നെ അവസാനം സ്ഥാപനത്തിൽ ഉയർന്ന പ്രോഫിറ്റിലേക്കും കൊണ്ടെത്തിക്കുന്നു. It helps in increasing managerial and operational efficiency of the firm and this results in increased profit to the firm. Fourth advantage, നാലാമത്തെ അഡ്വാൻറ്റേജ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. അതായത് വൻതോതിലുള്ള പ്രവർത്തനത്തിൻ്റെ മെച്ചം, അല്ലെങ്കിൽ ലെസ് കോസ്റ്റ്ലി എന്നും പറയാറുണ്ട്. ലെസ് കോസ്റ്റ്ലി, നാലാമത്തെ പോയിൻറ്റ്. ഇറ്റ് ലീഡ്സ് ടു, അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു മിനിമൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് വിച്ച് റിസൾട്ട്സ് ഇൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ലോവർ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ളത് പ്രവർത്തനങ്ങളിലും എഫേർട്ടിലുമുള്ള ആവർത്തനം പരമാവധി കുറയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ ഫൈനലി ഇറ്റ് റിസൾട്ട്സ് ഇൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ, അതായത് വൻതോതിലുള്ള പ്രവർത്തനത്തിൻ്റെ മെച്ചങ്ങളിലേക്കും അഡ്വാൻറ്റേജസിലേക്കും കൊണ്ടെത്തിക്കുന്നു. അതിലൂടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷനും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറയുന്നു, ലെസ് കോസ്റ്റ്ലി ആയി മാറുന്നു. ഫിഫ്ത്ത് പോയിൻറ്റ്, ട്രെയിനിങ് ബിക്കംസ് ഈസിയർ. അതായത് പരിശീലിപ്പിക്കൽ എളുപ്പമാകുന്നു. ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് ബിക്കം ഈസിയർ സിൻസ് ദേ ഹാവ് ടു ബി ട്രെയിൻഡ് ഓൺലി ഓൺ എ സ്പെസിഫിക് ഫങ്ഷൻ. അതായത് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത്, വർക്കേഴ്സിനെ പരിശീലിപ്പിക്കുന്നത് എളുപ്പമാവുന്നു.
കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേ തരത്തിലുള്ള സ്പെസിഫിക് ഫംഗ്ഷനാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേ തരത്തിലുള്ള ട്രെയിനിങ് എല്ലാവർക്കും, എല്ലാ എംപ്ലോയീസിനും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ തരത്തിൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള എല്ലാ എംപ്ലോയീസിനും ഒരേ തരത്തിലുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ഒരേ സമയം കൊടുക്കാം. അതുകൊണ്ട് ട്രെയിനിങ് വളരെ എളുപ്പമായി തീരുന്നു. 6th point, functional attention. Functional attention. It ensures, അതായത് functional structure ensures that different functions get due attention. അതായത് ഫങ്ഷണൽ ഘടന ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക്, ഫംഗ്ഷനുകൾക്ക് മതിയായ ശ്രദ്ധ ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ മതിയായ ശ്രദ്ധ ഉറപ്പുവരുത്തുന്നു. Next we are going to discuss about disadvantages of functional structure. ഫങ്ഷണൽ ഘടനയുടെ പോരായ്മകൾ, കോട്ടങ്ങൾ എന്തെല്ലാം? The functional structure has certain disadvantages which an organization must take into consideration before it adopts. അതായത് ഏതൊരു സ്ഥാപനവും ഫങ്ഷണൽ ഘടന അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കുറേ പോരായ്മകളുണ്ട്. The functional structure has certain disadvantages which an organization must take into consideration. പരിഗണിക്കേണ്ടതായ കുറേ പോരായ്മകളുണ്ട് ബിഫോർ ഇറ്റ് അഡോപ്റ്റ്സ് ഇറ്റ്, ഈ ഘടന സ്വീകരിക്കുന്നതിന് മുമ്പ്. ഫോളോയിങ് ആർ ദ മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഈ താഴെ പറയുന്നവയാണ് ഫങ്ഷണൽ ഘടനയുടെ പ്രധാനപ്പെട്ട പോരായ്മകൾ. ഡ്രോബാക്സ്, ലിമിറ്റേഷൻസ്, ഡിസഡ്വാൻറ്റേജസ്, ഡീമെറിറ്റ്സ് എന്നെല്ലാം അതിനെ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, lack of organizational interest. lack of organizational interest, സ്ഥാപന താൽപ്പര്യങ്ങളുടെ അഭാവം. That is, functional heads may focus more on functional areas than on overall objectives of the organization. അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ രൂപീകരിച്ച് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫങ്ഷൻസ് അനുസരിച്ച് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി ഓരോ മാനേജർമാരെയും ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിഫറെൻറ്റ് മാനേജർമാർ, അതായത് ഡിഫറെൻറ്റ് ഹെഡുകൾ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ പരസ്പര മത്സരങ്ങൾ ഉണ്ടാവുകയും അവർ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങളും ഇൻട്രസ്റ്റും എന്താണ്, അവഗണിക്കപ്പെടുന്നു, പരിഗണിക്കപ്പെടാതെ വരുന്നു എന്നർത്ഥം. ഫങ്ഷണൽ ഹെഡ്സ് മേ ഫോക്കസ് മോർ ഓൺ ഫങ്ഷണൽ ഏരിയാസ്. ഓരോ ഫങ്ഷണൽ ഹെഡുകളും അവരുടെ ഫങ്ഷണൽ ഏരിയകളിൽ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യും, ശ്രദ്ധ കൊടുക്കും, ഊന്നൽ നൽകും. അതിലൂടെ ദാൻ ഓവറാൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യത്തിനേക്കാൾ ഉപരിയായിട്ട് അവർ അവരുടെ മേഖലയിൽ ഊന്നൽ നൽകും. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, പ്രോബ്ലം ഇൻ കോഓർഡിനേഷൻ. പ്രോബ്ലം ഇൻ കോർഡിനേഷൻ, ഏകോപനത്തിലെ പ്രശ്നങ്ങൾ. ഫങ്ഷണൽ സ്ട്രക്ചർ മേ ലീഡ് ടു പ്രോബ്ലംസ് ഇൻ കോർഡിനേഷൻ ഫോർ എ മൾട്ടി പ്രൊഡക്റ്റ് കമ്പനി. ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ കോഓർഡിനേഷൻ്റെ പ്രശ്നം ഉണ്ടായിത്തീരുന്നു. കാരണം ഇൻഫർമേഷൻ ഹാസ് ടു ബി എക്സ്ചേഞ്ച്ഡ് അക്രോസ് വേരിയസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഒന്നിലധികം മൾട്ടി പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയിൽ മൾട്ടി ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, ഒന്നിലധികം ഫങ്ഷൻസുകൾ ഉണ്ടായിരിക്കും, ഒന്നിലധികം ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അത്തരം വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ ആശയവിനിമയം നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതിലൂടെ തന്നെ കോർഡിനേഷൻ, ഏകോപനത്തിനും ബുദ്ധിമുട്ടാണ്. തേർഡ് പോയിൻറ്റ്, തേർഡ് ഡിമെറിറ്റ്, ലിമിറ്റേഷൻ, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്റ്റ്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്റ്റ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലുള്ള സംഘർഷങ്ങൾ. A conflict may arise when the interest of two or more departments are not compatible. അതായത് രണ്ടോ അതിലധികമോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലുള്ള തീരുമാനങ്ങളും താൽപ്പര്യങ്ങളും യോജിച്ചു പോകുന്നില്ല എങ്കിൽ, കമ്പാറ്റിബിൾ ആവുന്നില്ല എങ്കിൽ, അനുരൂപമായി യോജിച്ചു പോകുന്നില്ല എങ്കിൽ അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ സംഘർഷം, കോൺഫ്ലിക്റ്റ് ഉണ്ടായിത്തീരുന്നു, എറൈസ് ചെയ്യുന്നു. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന തീരുമാനവും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുമായി ബന്ധപ്പെട്ട ആ സ്ഥാപനത്തിൽ തന്നെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അത് സ്വീകാര്യമല്ല എങ്കിൽ അവിടെ അവർക്കിടയിൽ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിത്തീരുന്നു. അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഭിന്നതയും പ്രവർത്തന ഐക്യമില്ലായ്മയും ഉടലെടുക്കുന്നു എന്നർത്ഥം. എക്സാമ്പിൾ, ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസിസ്റ്റിംഗ് ഓൺ റിഡക്ഷൻ ഇൻ എക്സ്പെൻസസ്. സാധാരണ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തീരുമാനമാണിത്, പരമാവധി ചെലവ് ചുരുക്കുക എന്നുള്ളത്, എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളത്.
ഇറ്റ് മേ കോസ് ഡിഫിക്കൽട്ടീസ് ഫോർ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഈ തീരുമാനം ആ സ്ഥാപനത്തിലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കാം, പ്രയാസകരമായിരിക്കും. കാരണം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, സെയിൽസ് കൂട്ടണമെങ്കിൽ, പ്രോഫിറ്റ് കൂടണമെങ്കിൽ സെയിൽസ് കൂടണം, സെയിൽസ് കൂടണമെങ്കിൽ ഉൽപ്പാദനം കൂടണം, ഉൽപ്പാദനം കൂടണമെങ്കിൽ പർച്ചേസിങ് കൂടണം, പർച്ചേസിങ് കൂടണമെങ്കിൽ എന്താണ്, ചിലവ് കൂടും. അപ്പോൾ ഒരു ഭാഗത്ത് ചിലവ് കുറയ്ക്കുക എന്നാണ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനം. എന്നാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, പർച്ചേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം തീരുമാനങ്ങളും. അവിടെ കോസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ എന്താണ്, ഒരു അഭിപ്രായ വ്യത്യാസവും തീരുമാനങ്ങളിൽ ഐക്യമില്ലായ്മയും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നു എന്നർത്ഥം. These interdepartmental conflicts can prove to be harmful in terms of fulfillment of organizational interest. അതായത് ഇത്തരത്തിലുള്ള ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്റ്റുകൾ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യങ്ങളും സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റും ഒബ്ജക്റ്റീവും, ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ, മൊത്തത്തിലുള്ള ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റും ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്യുന്നതിൽ, ഫുൾഫിൽ ചെയ്യുന്നതിന് തടസ്സമായേക്കാം. The next, fourth disadvantages of functional structure. Lack of all-round managerial development. Lack of all-round managerial development or inflexibility. ഇൻഫ്ലെക്സിബിലിറ്റി, അയവില്ലായ്മ അല്ലെങ്കിൽ ഓൾറൗണ്ട് മൊത്തത്തിലുള്ള മാനേജർ ഡെവലപ്മെൻറ്റിൻ്റെ അഭാവം. People with specialized skills and knowledge may not be able to handle diverse tasks. അതായത് സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജും ഒക്കെ ഉള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ, സ്ഥാപനവുമായി ബന്ധപ്പെട്ട പേഴ്സണൽ, അവർക്ക് ഡൈവേഴ്സ് ആക്ടിവിറ്റികളും വിവിധങ്ങളായ ഒരേ സമയം തന്നെ വിവിധങ്ങളായ ടാസ്കുകളൊന്നും ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ, പെർഫോം ചെയ്യാൻ സാധിക്കാറില്ല. ഫങ്ഷണൽ ഹെഡ്സ് ഡു നോട്ട് ഗെറ്റ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ഫോർ ടോപ്പ് മാനേജ്മെൻറ്റ് പൊസിഷൻസ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവലിലുള്ള ഹെഡുകൾ, ഫങ്ഷണൽ ഹെഡുകൾക്ക് ടോപ്പ് മാനേജ്മെൻറ്റ് പൊസിഷനിലേക്ക് ആവശ്യമായ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളോ എക്സ്പീരിയൻസുകളോ സാധാരണ ലഭിക്കാറില്ല. അതായത് ഒരേ തരത്തിലുള്ള വൈദഗ്ധ്യവും അറിവുമുള്ളവർ സാധാരണ ഒരു സങ്കുചിത കാഴ്ചപ്പാടുള്ളവരായി മാറാറുണ്ട് എന്നർത്ഥം. ആൻഡ് ഫൈനലി ഇറ്റ് മേ ലീഡ് ടു ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ. ഇതെല്ലാം തന്നെ പ്രൊമോഷനിലേക്കും മാനേജിയൽ ഡെവലപ്മെൻറ്റിലേക്കുമൊക്കെ ഒരു അയവില്ലാത്ത റിജിഡിറ്റി, ഒരു ഡിഫിക്കൽറ്റി ആയി മാറുന്നു എന്നർത്ഥം. ഫിഫ്ത്ത് ലിമിറ്റേഷൻ ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിഫിക്കൽട്ട് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. അതായത് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ, ഉത്തരവാദിത്തങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രയാസം നേരിടുന്നു. It is very difficult to fix the responsibility on a particular department for a multi-product company. അതായത് ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും സംബന്ധിച്ച റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ, ഉത്തരവാദിത്തങ്ങൾ ഫിക്സ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ ആ ലക്കത്തിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. ആ ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ ഏത് സ്ട്രക്ചറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ആവർത്തിക്കുന്നില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ, നെയിം ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ഇൻക്രീസസ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. അതായത് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന, ഇമ്പ്രൂവ് ചെയ്യുന്ന, അത് സാധ്യമാകുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യമാണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വന്ന ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് second part of the second classification of the or second type of the organizational structure, that is divisional structure. അതായത് ഇനി നമുക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലെ രണ്ടാമത്തെ വിഭാഗമായ ഡിവിഷണൽ സ്ട്രക്ചറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.